നമസ്കാരം. ക്രൈസ്തവ സംഗീതം മനുഷ്യ മനസ്സിന് എക്കാലവും ആശ്വാസം പകരും. തളർന്നുപോയ മനസ്സുകൾക്ക്, തകർന്നുപോയ മനസ്സുകൾക്ക് ഒരു സാന്ത്വനമാണ്, തണുപ്പാണ് ക്രിസ്തീയ സംഗീതം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രകീർത്തനങ്ങൾ. ഇന്ന് ഈ മുഖാമുഖത്തിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ ക്രൈസ്തവ ഗാനശാഖയ്ക്ക് വളരെ വിലപ്പെട്ട, വളരെ ശ്രദ്ധേയമായ നിരവധി ഗാനങ്ങൾ സംഭാവന ചെയ്ത ഒരു നല്ല ഗാനരചയിതാവും ഗായകനുമായ അനുഗ്രഹീതമായ ഒരു വ്യക്തിത്വത്തെയാണ് ഇളവട്ടം ജസ്റ്റസ്. ഏതാണ്ട് 2000-ലധികം ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഒരു സംഗീതജ്ഞനാണ്. ദൈവസ്നേഹത്തിൻ്റെ മാറ്റൊലി മുഴക്കുന്ന ദൈവികമായ വിഷയങ്ങളും ദൈവികമായ ധാരാളം വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ ഗാനങ്ങൾ ചമച്ചിട്ടുള്ള അനുഗ്രഹീതനായ ഒരു ഗാന രചയിതാവാണ് ഇളവട്ടം ജസ്റ്റസ്. ഒരുപക്ഷെ എത്രയോ കാലങ്ങൾക്ക് മുന്നമേ അദ്ദേഹം ക്രൈസ്തവ ലോകത്ത് അറിയപ്പെടേണ്ട ആളായിരുന്നു. നിരവധി ഗാനങ്ങൾ അതേപോലെ തന്നെ അദ്ദേഹം ഏതൊരർത്ഥത്തിൽ, ആ സംഗീതത്തിൻ്റെ ഏത് ഭാവത്തിൽ അത് ചമച്ചുവോ അതിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും, അതിൻ്റെ എല്ലാ സംഗീതത്തിൻ്റെ എല്ലാ ലാവണ്യം ചേർത്ത് അത് ആലപിക്കുകയും ചെയ്യാനുള്ള കഴിവ് ദൈവം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെ കേൾക്കാം, അദ്ദേഹത്തിൻ്റെ ഗാനാനുഭവങ്ങൾ കേൾക്കാം. തീർച്ചയായും ക്രൈസ്തവ സഭയ്ക്ക്, സമൂഹത്തിന് ഈ അഭിമുഖം ഒരു അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം, സന്തോഷത്തോടെ പ്രിയപ്പെട്ട ഇളവട്ടം ജസ്റ്റസ് സാറിനെ ക്രൈസ്തവ സമൂഹത്തിന് സ്നേഹപൂർവ്വം പരിചയപ്പെടുത്തുന്നു. സ്വാഗതം ചെയ്യുന്നു ഹാർവസ്റ്റ് ടിവിയുടെ ഈ മുഖാമുഖത്തിലേക്ക്. നമുക്ക് സാറ് ഏതാണ്ട് 2000-ലധികം ഗാനങ്ങൾ ചമച്ചിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അതിലെ കുറച്ച് ഗാനങ്ങളൊക്കെ യൂട്യൂബിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ഗാനത്തോടു കൂടെ തന്നെ നമുക്ക് തുടങ്ങാം. അതായിരിക്കും ഒരു സംഗീത മേഖല ആയതുകൊണ്ട് സംഗീതത്തോടു കൂടെ തന്നെ തുടങ്ങാം. ഒരു നല്ല എല്ലാ കൺവെൻഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ആരാധനയാണെങ്കിലും ഒരു നല്ല തുടക്കം ആവശ്യമാണല്ലോ. അതുകൊണ്ട് സാറിൻ്റെ സംഗീതത്തിലെ, അല്ലെങ്കിൽ സംഗീതം ചെയ്ത ഗാനങ്ങളിലെ ഏറ്റവും നല്ലൊരു ഗാനത്തോടെ നമുക്ക് ആരംഭിക്കാം. അതിനുവേണ്ടി സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആലപിക്കുവാനായിട്ട് ക്ഷമിക്കാം. ഞാനിവിടെ പാടാൻ പോകുന്ന ഒരു ഗാനം നിത്യനാമന്നേശുവിനെ വാഴ്ത്തിപ്പാടുവിൻ, നിത്യവും തൻ നാമത്തെ സ്തുതിച്ചു പാടുവിൻ. ഒരു സ്തുതിക്കാണ്. നിത്യനാമന്നേശുവിനെ വാഴ്ത്തിപ്പാടുവിൻ, നിത്യവും തൻ നാമത്തെ സ്തുതിച്ചു പാടുവിൻ. നിത്യനാമന്നേശുവിനെ വാഴ്ത്തിപ്പാടുവിൻ, നിത്യവും തൻ നാമത്തെ സ്തുതിച്ചു പാടുവിൻ. സ്തുതിച്ചു പാടുവിൻ, സ്തുതിച്ചു പാടുവിൻ, സ്തുതിച്ചു പാടുവിൻ, സ്തുതിച്ചു പാടുവിൻ. നിത്യവും തൻ നാമത്തെ സ്തുതിച്ചു പാടുവിൻ, നിത്യവും തൻ നാമത്തെ സ്തുതിച്ചു പാടുവിൻ. നിത്യനാമന്നേശുവിനെ വാഴ്ത്തിപ്പാടുവിൻ, നിത്യവും തൻ നാമത്തെ സ്തുതിച്ചു പാടുവിൻ. മായയാമി ലോകത്തിൽ ഭ്രമിച്ചിടാതെ, അന്ധകാര പാതയിൽ ചരിച്ചിടാതെ. മായയാമി ലോകത്തിൽ ഭ്രമിച്ചിടാതെ, അന്ധകാര പാതയിൽ ചരിച്ചിടാതെ. ലോകാതിനാഥനാം യേശുനാഥൻ്റെ, ലോകാതിനാഥനാം യേശുനാഥൻ്റെ പാതയെ പിന്തുടർന്നു പോയിടുവിൻ, പാതയെ പിന്തുടർന്നു പോയിടുവിൻ. നിത്യനാമന്നേശുവിനെ വാഴ്ത്തിപ്പാടുവിൻ, നിത്യവും തൻ നാമത്തെ സ്തുതിച്ചു പാടുവിൻ. വളരെ വളരെ മനോഹരമായിരിക്കുന്നു. ഈ പാട്ട് എഴുതിയതും സാറ് തന്നെയാണ്, സംഗീതം ചെയ്തതും സാറ് തന്നെയാണ്. നിശ്ചയമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഴയ കാലത്തെ സംഗീതം, അതിനൊരു ജീവൻ ഉണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ഒരു ഇമ്പം ഉണ്ടായിരുന്നു. നമുക്ക് ദൈവസ്നേഹത്തിൻ്റെ ഒരു മഹത്വമൊക്കെ ആ പാട്ടുകളിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുമായിരുന്നു. അത് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു,
അന്ന് ഇത്രയൊന്നും നമുക്ക് പാട്ടുകൾ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ യൂട്യൂബ് സംവിധാനങ്ങളോ ഓൺലൈൻ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഗാനങ്ങളെല്ലാം പ്രസിദ്ധമായി തീർന്നു. 100 വർഷങ്ങൾക്ക് മുൻപൊക്കെ എഴുതിയ പല ഗാനങ്ങളും ഇന്നും മനുഷ്യ മനസ്സുകളിൽ മാറ്റൽ കൊണ്ടുകൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് നമ്മുടെ കൺവെൻഷനുകളിൽ പലപ്പോഴും തീം സോങ്ങുകളായി നമ്മൾ ആലപിക്കുന്ന പാട്ടുകൾ പോലും അവിടെ മറക്കുക. പക്ഷേ 100 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി വെച്ച അല്ലെങ്കിൽ എഴുതി അവതരിപ്പിച്ച മനോഹരമായ ഗാനങ്ങൾ, ഒരു സംവിധാനവും ഇല്ലാത്ത കാലഘട്ടത്തിൽ എഴുതിയതായ അവതരിപ്പിച്ചതായ ഗാനങ്ങൾ ഇന്നും മനുഷ്യ മനസ്സുകളിൽ മറക്കാതെ നിലനിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഗാനങ്ങൾ ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് ആ പഴയ ഗാനത്തെ ലോകത്തിലേക്ക്, ആ പഴയ പാട്ടുകളുടെ ലോകത്തിലേക്ക് ഞാനൊന്ന് പോയി. നിശ്ചയമായിട്ടും അതിൻ്റെ എല്ലാ ഭാവവും ഭംഗിയും ഈ ഗാനത്തിനുണ്ട്. ദൈവം സഹായിക്കട്ടെ. 2000-ഓളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ഗാനങ്ങൾ ഇപ്പോൾ ഇതേ സമയത്തിനകത്ത് പുറത്തു വന്നിട്ടുണ്ട്. എവിടെയാണ് ഈ ഗാനയാത്രയുടെ, സംഗീത യാത്രയുടെ അല്ലെങ്കിൽ പാട്ട് യാത്രയുടെ തുടക്കം? ഇപ്പൊ തന്നെ വെളിയിൽ വന്നിട്ടുള്ള പാട്ടുകൾ 1000-ഓളം പാട്ടുകളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. ഇത്ര പാട്ടുകൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും കൺവെൻഷനുകൾ ഞാൻ പഠിപ്പിച്ച് ആ പാട്ടുകൾ പാടി. ഒരു കൺവെൻഷനല്ല, അതിലെല്ലായിടത്തും കൺവെൻഷൻ പുസ്തകങ്ങളുണ്ട്. അതിലത്രയും 3/4 എൻ്റെ പാട്ടുകളാണ്. കേരളം മുഴുവനും പാടിയിട്ടുണ്ട്. ഒരു ട്രൂപ്പായിട്ടിരുന്ന് അപ്പോൾ പകലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അത്രയും ഞാൻ പാട്ടെഴുതും. വൈകുന്നേരത്ത് ആ പാട്ട് സ്റ്റേജിൽ പാടും. ഓർക്കസ്ട്ര അപ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി പാട്ടെഴുതി സംഗീതം ചെയ്ത് ഓർക്കസ്ട്ര കൂടെ കാണും. അവരുമായിട്ടിരുന്നാൽ റെഡിയാക്കി അന്ന് തന്നെ അവിടെ പാടും. സാർ പ്രധാനമായും ബേസ് ചെയ്ത് വന്നത് ഏത് ചർച്ചുമായി ബന്ധപ്പെട്ട? CSI ചർച്ചുമായിട്ട്. അപ്പൊ CSI സഭയുടെ കൺവെൻഷൻ കോയറുകളിലെല്ലാം സാറിന്റെ പാട്ടുകളാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടെ വരികയാണ്. എവിടെയാണ് ഈ സംഗീതത്തിന്റെ, ഈ പാട്ട് ജീവിതത്തിന്റെ തുടക്കം എങ്ങനെയാണ്? തുടക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തില് പപ്പ, അമ്മ, ഞങ്ങളുടെ കുടുംബം എല്ലാവരും പാടും. അപ്പൊ പാട്ടുകൾ, വീട്ടിൽ പാടുന്ന പാട്ടുകൾ അത്രയും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴീ പാട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് 8ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടിരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ ഹാർമോണിയം ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഹാർമോണിയം എടുത്ത് പെട്ടെന്ന് തന്നെ 3 പാട്ട് വായിച്ചു. സ്കെയില്, അതിൻ്റെ വേറെ ഒരു കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യം ഞാൻ വായിച്ചത് ജയം ചെയ്യാൻ കൊള്ളുന്ന എന്ന് പറഞ്ഞൊരു പാട്ട്, പഴയ. അപ്പൊ അടുത്ത് തന്നെ അതേപോലത്തെ ഒരു പാട്ട്, നല്ല ദേവനെ, അത് വായിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു അടുത്ത പാട്ട്, ഇത് ഇത്രയും എനിക്ക് ഓർമ്മയുണ്ട്, വന്നിടുവിൻ യേശുപാദം ചേർന്ന്, അത് വായിച്ചു. ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പള്ളിയിൽ അച്ഛൻ പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അച്ഛനാണ് അന്ന് മേശപ്പുറത്ത് വെച്ച് ഹാർമോണിയം വായിക്കുന്നത്. അച്ഛൻ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പോയി. എൻ്റെ അടുത്തൊന്നും പറഞ്ഞൊന്നുമില്ല. പിറ്റേ ആഴ്ചയിൽ ഞാൻ പള്ളിയിൽ ചെന്ന്, അപ്പം ഞാൻ കൊച്ചാണല്ലോ, അപ്പം സാധാരണ ഇരിക്കുന്നിടത്ത് പോലെ ഇരുന്നു. അപ്പം അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു, ഇപ്പം ജസ്റ്റസ് ഹാർമോണിയം വായിക്കും. ഞാൻ പേടിച്ചു പോയി. കൊച്ചിലെ ഞാൻ ഒന്നും വായിച്ചിട്ടില്ല, ഒന്നുമില്ല, നീ ആകെ 3 പാട്ടേ വായിച്ചിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞ പാട്ട് വന്ദന യേശുവര എന്ന് പറഞ്ഞ പാട്ട്. വീട്ടിൽ വന്നപ്പോൾ അത് കേട്ടതും ആ പാട്ട്. വീട്ടിലെ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ പ്രാർത്ഥനയ്ക്ക് രാത്രിയൊക്കെ എല്ലാം ഒരുപാട് പാട്ട് പാടും. അപ്പം അങ്ങനെ ആ പാട്ട് അറിയാം. അതല്ല, ഞാൻ ഹാർമോണിയത്തെ കയ്യിലെടുത്ത് വായിച്ചത് കറക്റ്റായിരുന്നു. പള്ളിക്കാരെല്ലാം പാടി. പിന്നെ അന്ന് 4 പാട്ട് പാടി. അത് ഏതൊക്കെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പാട്ട് നല്ല ഓർമ്മയുണ്ട്. അതിനുശേഷം റെഗുലറായിട്ട് ഞാനാണ് ഹാർമോണിയം വായിക്കുന്നതും. അന്നോട്ട് പുതിയ പുതിയ പാട്ട് കിട്ടാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ തനിയെ കൊച്ചു പാട്ടെഴുതി സംഗീതം ചെയ്യാൻ എനിക്ക് ആരെയും അറിഞ്ഞൂടാ. ഞാൻ തന്നെ അങ്ങോട്ട് സംഗീതം അന്നോട്ട് എഴുതുന്ന പാട്ടുകളാണ് ഇങ്ങനെ കൂടുതലായിട്ട്. അപ്പം എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പുതിയ പുതിയ പാട്ടുകൾ കേൾക്കാം. ആരുടെ പാട്ടെന്ന് ആർക്കും അറിഞ്ഞൂടാ. അപ്പൊ 14ാമത്തെ വയസ്സിൽ തന്നെ സംഗീതജ്ഞനായി അല്ലെങ്കിൽ പാട്ടുകാരനായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെ അപ്പോഴും തൊട്ട് എഴുതി തുടങ്ങി. സംഗീതം ഞാൻ തന്നെ ചെയ്തു, എനിക്ക് ആരെയും അറിഞ്ഞൂടാ. ആ പാട്ടുകൾ നല്ല സ്റ്റാൻഡേർഡ് പാട്ടുകളായിട്ട് പിന്നെ മാറി. അപ്പൊ ആ പാട്ടുകളെ കുറിച്ച് പിന്നെ ആൾക്കാർ, ഇപ്പൊ ഞങ്ങളുടെ പള്ളിയിലെ കൺവെൻഷൻ കാലത്ത് സിറ്റി. ഓർമ്മയുണ്ടോ ഈ ആദ്യത്തെ പാട്ട്? അത് ആദ്യത്തെ പാടുന്ന ഹൃദയ കവാടം തുറന്നു ഞാൻ, നിനക്കായി സ്ഥലമൊരുക്കി. അതിൽ സാഹിത്യമുണ്ട്, പൂജാമലരുകൾ തേടി അലഞ്ഞു ഞാൻ, നിൻ തിരുസവിതേ വന്നു, നിൻ തിരുസവ ആശ്രയമറ്റൊരു ജീവിത വീതിയിൽ ആശ്രയമായി നീ വന്നു, ഈ മരു ജീവിത പാതയിൽ നീ ആശാലതയായി പടരുന്നു. രണ്ടാമത് പറയുന്നതിനേക്കാൾ നല്ലത് പാടി കേൾപ്പിക്കുന്നതായിരിക്കും. ശരി. ഹൃദയ കവാടം
തുറന്നു ഞാൻ നിനക്കായി സ്ഥലമൊരുക്കി. ഹൃദയ കവാടം തുറന്നു ഞാൻ നിനക്കായി സ്ഥലമൊരുക്കി. പൂജാമലരുകൾ തേടിയലഞ്ഞു ഞാൻ നിൻ തിരുസവിധേ വന്നു. നിൻ തിരുസവിധേ വന്നു. ഹൃദയ കവാടം തുറന്നു ഞാൻ നിനക്കായി സ്ഥലമൊരുക്കി. ആശ്രയമറ്റൊരു ജീവിത വീതിയിൽ ആശ്രയമായി നീ വന്നു. ഈ മരുജീവിത നീശാലതയായി പടരുന്നു. ഈ മരുജീവിത നീശാലതയായി പടരുന്നു. ഹൃദയ കവാടം തുറന്നു ഞാൻ നിനക്കായി സ്ഥലമൊരുക്കി. നന്നായിരുന്നു. അന്ന് പള്ളിയിൽ നിന്ന് പോയി എഴുതി തുടങ്ങി. ആദ്യം എഴുതിയ പാട്ടാണോ ഇത്? ഇത് ആദ്യം എഴുതിയതല്ല. അല്ല, ഇത് കുറച്ച് ദിവസം കഴിഞ്ഞു. അന്ന് അതിനുശേഷം അത് കുറെ പാട്ടുകൾ എഴുതി. അന്ന് ഏറ്റവും ഫേമസ് ആയി വന്ന പാട്ടാണിത്. പാട്ടാണ് അത് ആദ്യത്തെ മറ്റേ പാട്ടുകളൊന്നും ഇത്രയും സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. അതൊക്കെ ഇതാണ് ആവേശത്തിന് എഴുതി തുടങ്ങിയത്. ഇതാണ് ആദ്യമായിട്ട് റേഡിയോയിൽ വന്ന പാട്ട്. റേഡിയോയിൽ വന്ന വേറെ ആള് പാടി. ഭയങ്കരമായിട്ട് എനിക്ക് മറക്കാനാവാത്ത ഒരു സംഭവം. ഈ ആദ്യമായിട്ട് റേഡിയോയിൽ ആകാശവാണി റേഡിയോയിൽ, അന്ന് ആകാശവാണി റേഡിയോ ആണ്. അങ്ങനെ അവർ വിളിച്ചു പറഞ്ഞു എന്റെ പാട്ടാണെന്ന് പറഞ്ഞു. അതാണ് വന്നത്. അപ്പൊ അന്ന് ഏത് പ്രായത്തിലാണ് അത്? SSLC 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സംഗീതം. അവിടെ തന്നെ. ഇളവട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഏത് ഭാഗത്താണ്? 30 കിലോമീറ്റർ അകലെ പാലോടിനിപ്പുറം, നെടുമങ്ങാട് കഴിഞ്ഞ ചുള്ളിമാനൂർ, പാലോട്, ഇളവട്ടം. അതാണ് 30 കിലോമീറ്ററേ ഉള്ളൂ. എന്നാൽ സിറ്റിയുടെ അടുത്ത സ്ഥലമാണെങ്കിലും മലയോര പ്രദേശമാണ്, ഹില്ലി ഏരിയ. അവിടെ ഇരുന്നാണ് ഞാൻ ഈ പ്രകൃതി സൗന്ദര്യങ്ങൾ മനസ്സിൽ വെച്ച് ക്രിസ്മസ് പാട്ടുകൾ എഴുതിയത്. അങ്ങനെ ആദ്യം എഴുതിയ ക്രിസ്മസ് പാട്ട് വേറെ ഉണ്ട്. അവിടുത്തെ ഈ പാട്ടുകൾ പാടുമ്പോൾ, അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് കരോളിന് പോകുമ്പോൾ മഞ്ഞ് ഈ പുല്ലിലിങ്ങനെ മുത്തുകൾ പോലെ മഞ്ഞ് മണം. അപ്പം ഈ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ തിളങ്ങും. അങ്ങനെ മുത്തുകൾ പോലെ മഞ്ഞിൻ കണങ്ങൾ പൂനിലാവിൽ തിളങ്ങിയല്ലോ. മുത്തുകൾ പോലെ മഞ്ഞിൻ കണങ്ങൾ പൂനിലാവിൽ തിളങ്ങിയല്ലോ. ഇങ്ങനെ ഉള്ള ആ വരികൾ അങ്ങനെ ഈ പശ്ചാത്തലത്തിലാണ് വരുന്നത്. അതുപോലെയാണ് മഞ്ഞിൻ മണികൾ പെയ്യുന്ന രാവിൽ. അത് കുറെ കഴിഞ്ഞിട്ടാണ് എഴുതിയത്. അതാണ് ലോകപ്രസിദ്ധമായി ഇപ്പോൾ ഉള്ള ഒരു പാട്ടാണ്, എനിക്ക് അറിയാമെന്നുള്ളത്. ക്രിസ്മസ് ഗാനം. ആ മഞ്ഞിൻ മണികൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതും പശ്ചാത്തലമാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഞങ്ങളൊക്കെ ആകാശത്തോട്ട് നോക്കുമ്പോൾ രാത്രി ഈ ചന്ദ്രൻ ഇങ്ങനെ വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ ചന്ദ്രൻ ഇങ്ങനെ നിൽക്കും. അത് കാണാൻ ഭയങ്കര രസമാണ്. നക്ഷത്രങ്ങൾ കൊണ്ട് ഈ ചന്ദ്രൻ്റെ ശോഭ. അപ്പോൾ നമ്മുടെ മനസ്സിൽ മഞ്ഞിൻ മണികൾ പെയ്യുന്ന രാവിൽ, ആമ്പൽ പൂക്കൾ വിരിയും നിലാവിൽ. ആമ്പൽ പൂക്കൾ എപ്പോഴും വിരിയും? പൂർണ്ണചന്ദ്രൻ ഉള്ളപ്പോഴാണ് ആമ്പൽ വിരിയുന്നത്. ആമ്പൽ പൂക്കൾ വിരിയും നിലാവിൽ ഒരു ഗാനത്തിൻ രാഗവീജികൾ ഒഴുകി ഒഴുകി വന്നെത്തിയ. സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ യേശു ജനിച്ചപ്പോൾ പാടുന്ന പാട്ടാണ്. ആ പാട്ടാണ് ഭയങ്കര ഹിറ്റായിട്ട് വന്നതും
ഇപ്പൊ എല്ലായിടും ലോകം മുഴുവൻ ഉണ്ട്. അത് ഏതെങ്കിലും ആൽബങ്ങളിലൂടെ പുറത്തു ആൽബത്തിലൊന്നുമില്ല, വന്നു. ഒരിടവും ഇപ്പൊ വന്നിട്ടില്ല. എങ്ങനെയാണ് ഈ ഈ സാറിന്റെ പാട്ടുകൾ പാട്ടുകളൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന പള്ളികളിൽ നിന്ന് ഇങ്ങനെ പാടി പകർന്നു പകർന്നു അത് പോവുകയാണ്? തന്നെ ഞാൻ പഠിപ്പിക്കുന്ന പാട്ടുകൾ അവർ മറ്റുള്ള പള്ളികളിലും ആൾക്കാരെയും പഠിപ്പിച്ച് ആണ് ഈ പാട്ട്. ഞാൻ കേരളം മുഴുവൻ പലയിടത്തും പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അവിടെ എല്ലാം ഈ പാട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ പാട്ട് അറിയാം. മഞ്ഞിൻ മണികൾ പെയ്യുന്ന രാവിൽ, ആമ്പൽ പൂക്കൾ വിരിയുന്നിലാവിൽ, അത് നല്ലൊരു പാട്ടാണ്. ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ പാട്ട് എഴുതി അത് ട്യൂൺ ചെയ്ത് പാടി തുടങ്ങി, പള്ളിയിൽ അതിന് അവസരമുണ്ടായി. പള്ളിയിൽ അന്ന് അവസരമുണ്ടായി. പിന്നീട് യഥാർത്ഥത്തിൽ സംഗീതത്തിന്റെ വഴിയിലൂടെ അങ്ങ് സഞ്ചരിക്കുകയായിരുന്നു. പിന്നീട് മറ്റു ജോലിയോ കോളേജിൽ പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്തു. ഡിഗ്രി എടുത്തിട്ട് വീട്ടില് ആവശ്യമുള്ള കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ ജോലിക്ക് ശ്രമിച്ചില്ല. അപ്പോൾ റബ്ബർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അങ്ങ് തുടങ്ങി. അപ്പോഴും പാട്ട് ഉണ്ട്. അപ്പൊ ഈ ഒരു പള്ളിയിൽ നിന്ന് അടുത്ത പള്ളിയിലേക്ക് ഒരു കൊയർ മാസ്റ്റർ പോലെ അങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. എല്ലാ പള്ളികളിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കേരളം ഒട്ടുമുക്കൽ അവിടെയൊക്കെ എൻ്റെ പാട്ടുകളുണ്ട്. 1000 കോടി ദൂതരുമായെന്ന് പറഞ്ഞ ഒരു പാട്ട് രണ്ടാമരവിൻ്റെ പാട്ടാണ്. ആ പാട്ട് പാടുമ്പോൾ അവിടെ ആൾക്കാർ പള്ളിയിൽ അത് ആരാധന കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് ആ പാട്ടുകളെ കുറിച്ച് പറയുന്നു. അത്ര ഫീലുള്ള പാട്ടാണ് രണ്ടാം വരവിനെ കുറിച്ച് എഴുതിയ പാട്ടുകളാണ്. എങ്ങനെ ആ പാട്ട്, അത് എങ്ങനെയാണ് അതിന്റെ വരികൾ ഹൃദയത്തിലെത്തിയത്? അത് യേശു വരുമ്പോൾ ഒരുപാട് ദൂതസൈന്യം കൂടെ കാണുമല്ലോ, ദൈവത്തിന്റെ അകമ്പടി. അപ്പൊ 1000 കോടി ദൂതരുമായി യേശു വരും എന്നുള്ള ഭാവനയാണ് എനിക്കുള്ളത്. 1000 കോടി. ഇത് ഇങ്ങനെ എഴുതുന്നത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും സന്ദേശം കേട്ടിട്ടാണോ, ബൈബിൾ വായിച്ചിട്ടാണോ? ഈ വരികൾ എങ്ങനെയാണ് വരുന്നത്? വരികൾ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ബൈബിളിലെ വചനങ്ങളും കാര്യങ്ങളും പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കും. നമ്മൾ കൂടുതൽ ബൈബിൾ വായിച്ചില്ലെങ്കിലും പ്രസംഗത്തിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നത് മനസ്സിലുണ്ട്. അപ്പോൾ അപ്പോൾ പ്രസംഗങ്ങൾ പല കൺവെൻഷൻ പ്രസംഗവും എല്ലാ പ്രസംഗങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടും. അങ്ങനെയാണ് വരികൾ കൂടുതലും വരുന്നത്. പിന്നെ ബൈബിളിലെന്നുള്ളത് എല്ലാം കൂടെ കിട്ടുമ്പോഴാണ് വരികൾ വരുന്നത്. അത് യോജിച്ച രീതിയിൽ എന്നുവെച്ചാൽ ഒരു മുകളിൽ എഴുതുന്ന വരിക്ക് താഴോട്ട് വരുന്നത് ചേർന്ന് വരണം. അത് പാട്ട് എഴുതുന്നതിന് ഒരു പ്രധാന കാര്യമാണ്. എങ്ങും തൊടാതെ പോയി കഴിഞ്ഞാൽ പാട്ടിന് ആശയമില്ല. അപ്പോൾ പാട്ട് 1000 കോടി ദൂതരുമായി പിന്നെ യേശു വരുമ്പോൾ നമ്മുടെ ചേർക്കുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതാണ് 2 വരി പാടാം. 1000 കോടി ദൂതരുമായി യേശു വന്നിടും, സ്വർഗരാജ്യേ വസിച്ചിടുവാൻ ശുദ്ധരെ ചേർക്കാം. 1000 കോടി ദൂതരുമായി യേശു വന്നിടും, സ്വർഗരാജ്യേ വസിച്ചിടുവാൻ ശുദ്ധരെ ചേർക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഉറപ്പാണ്, പോകുമേ ഞങ്ങളും നിത്യതയിൽ ചേരുമേ, അതൊന്നു മാത്രം പ്രത്യാശയേ. പോകുമേ ഞങ്ങളും നിത്യതയിൽ ചേരുമേ, അതൊന്നു മാത്രം പ്രത്യാശയേ, അതൊന്നു മാത്രം പ്രത്യാശയേ. 1000 കോടി ദൂതരുമായി യേശു വന്നിടും, സ്വർഗരാജ്യേ വസിച്ചിടുവാൻ ശുദ്ധരെ ചേർക്കാം. തീർച്ചയായിട്ടും 1000 കോടി ദൂതരുമായി യേശു വന്നിടും. വളരെ ആഴമായ അർത്ഥങ്ങളുള്ള, അർത്ഥതലങ്ങളുള്ള മനോഹരമായ ഒരു 3 സ്റ്റാൻസ് താഴോട്ടുണ്ട്. നമ്മൾ ബാക്കി അതിന് ചേർന്നുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പം എങ്ങനെയാണ് ആ ഒരു കാലഘട്ടം കഴിഞ്ഞു, സംഗീതവുമായി മുന്നോട്ട് വരികയാണ്. അപ്പം ഈ പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തണമെങ്കിൽ, ഈ തരത്തിലൊക്കെ ചിട്ടപ്പെടുത്തണമെങ്കിൽ സംഗീതം അത്യാവശ്യമെങ്കിലും അതിൻ്റെ ആദ്യ പാഠങ്ങളെങ്കിലും ആവശ്യമാണ്. അപ്പം സാർ എങ്ങനെ ശാസ്ത്രീയ സംഗീതം വല്ലതും അഭ്യസിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തുന്നത്? ഞാൻ അങ്ങനെ സംഗീതം അഭ്യസിച്ചിട്ടില്ല. ഇല്ല. അപ്പോൾ അത് എങ്ങനെയാണ് ദൈവം തന്ന ഗിഫ്റ്റ്, അതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഒരു പാട്ട് എഴുതി രാത്രി 11 മണിയാവും, ഞാൻ ഒരു പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹാർമോണിയം വെച്ച് ചിമ്മിനിയോളെ കാണുന്ന ലൈറ്റൊന്നുമില്ല. അപ്പോൾ അത് വെച്ച് എഴുതി കണ്ടപ്പോൾ അമ്മ അടുത്ത മുറിയിൽ ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ രാത്രി ഇരുന്ന് എഴുതുകയാണ്. ഞങ്ങളുടെ കുന്നിൻ്റെ മുകളിൽ നിന്ന് പറഞ്ഞില്ലേ, അപ്പുറം കുന്നിലൊക്കെ ഹിന്ദുക്കളാണ്. അവർ നമ്മുടെ പാട്ട് കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ എഴുന്നേറ്റ്
ദൈവമേ നിൻ രൂപമെത്ര ആനന്ദദായകം മഹദയാലോ അങ്ങേ രാജ്യം എത്ര മനോജ്ഞമയം മഹദയാലോ അങ്ങേ രാജ്യം എത്ര മനോജ്ഞമയം. അങ്ങനെ പാട്ട് എഴുതുകയാണ്. അപ്പം തന്നെ രാത്രി എത്രയായാലും താമസിച്ചാലും ഞാൻ പാട്ട് എഴുതി തീർത്തിട്ടേ കിടക്കുള്ളൂ. അത് പിന്നെ അങ്ങനെയൊന്നും പാടില്ലായിരുന്നു. എനിക്കങ്ങനെ പാടാൻ പറ്റുന്ന അവസരങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു പള്ളിയിൽ ആദ്യമായിട്ട് അത് പാടി, ഈ കാഞ്ഞിരംകുളം നെല്ലിക്കാക്കുഴി പള്ളിയിൽ അത് അന്ന് പാടി. അതാരും അത്ര ശ്രദ്ധിച്ചൊന്നുമില്ല, അങ്ങ് പാടി. പിന്നീട് ആണത് ഞാൻ CD ആക്കി മാർക്കോസ് പാടി. ഇപ്പം യൂട്യൂബിലുണ്ട്. KG മാർക്കോസ് പാടി. അത് പുറത്ത് വന്നിട്ട് അത് യൂട്യൂബിലുണ്ട് ആ പാട്ട്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഉണ്ട്. ഒരു ഗസൽ മൂഡാണ് ആ പാട്ട്. അതൊക്കെ ഈ പാട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലെ ഐഡിയ വരണമെങ്കിൽ നല്ല അത് വരണം. മ്യൂസിക് വന്ന് നിറയും പാടാൻ. പലരും ചോദിച്ചിട്ടുണ്ട്, സാർ എങ്ങനെ സംഗീതം ചെയ്യുന്നു? അപ്പോൾ സംഗീതം ചെയ്യുന്ന പ്രത്യേകിച്ച് പറയാനും നോക്കൂല. പാട്ടിൻ്റെ ലിറിക്സ് പ്രധാനമാണ്. നല്ല ലിറിക്സ് ആണെങ്കിൽ പാട്ടറിയാതെ വരും. നല്ല ലിറിക്സ് ചിലരെഴുതി പാട്ട് എഴുതിയാൽ നമുക്ക് പാട്ടും വരില്ല, ഒന്നും വരില്ല. അതിൽ മ്യൂസിക് ഇല്ല. മ്യൂസിക് വരണം. വരി ദൈവമേ നിൻ രൂപം എത്ര ആനന്ദദായകം. അത് കേൾക്കുമ്പോൾ തന്നെ പാട്ട് വരും. അതാണ് മ്യൂസിക്. ഇത് ഈ രാഗബന്ധിതമായി ചെയ്യുന്നത് എങ്ങനെയാണ്? അതെന്നെ പറയാം, ദൈവം തന്ന ഗിഫ്റ്റ്. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഒരുപാട് വിചാരിക്കുന്നത് ഞാൻ നല്ല കർണാട്ടിക് എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ ഇല്ലാന്നൊന്നും പറയില്ല. ഈ ഇടയ്ക്ക് ഒരിടത്ത് സ്റ്റേജിൽ പാടിയപ്പോൾ അവിടുത്തെ ആൾക്കാർ ബ്രദർ സുരേഷ് ബാബുവിൻ്റെ മീറ്റിങ്ങിൽ ഞാനൊരു പാട്ട് പാടി. അപ്പോൾ അതിൽ പാട്ടിൻ്റെ രീതിയൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് കൈയടിച്ചു. വെളിയിറങ്ങി അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞു, സാർ കർണാടിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചു. പഠിച്ചെന്നും പറഞ്ഞില്ല, ഇല്ലാതെ അത്രയേ ഉള്ളൂ. പാട്ട് ഒരു ക്രിസ്മസ് പാട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ. അപ്പം അത് എനിക്ക് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ പഠിച്ച ആൾക്കാരുടെ അടുത്ത് എൻ്റെ സംഗീതം ചെയ്ത പാട്ട്, അതായത് രാഗത്തിൽ എന്ന് പറഞ്ഞാൽ അവർക്കും അറിഞ്ഞുകൂടാ. കുടുംബത്തിൽ പിതാവ്, മാതാവ്, സഹോദരങ്ങളെല്ലാം പാടുന്നവരാണ്. എല്ലാവരും നന്നാ പാടുന്നവരാണ്. ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, സാറിൻ്റെ ഈ പല പാട്ടുകൾ കേട്ടപ്പോഴും എനിക്ക് പഴയകാല ക്രൈസ്തവ സംഗീതത്തിലേക്ക് ഞാൻ പോയി. പല പാട്ടുകളും അതേ ആ ഒരു ഫീല് സാറിൻ്റെ പാട്ടുകൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇന്നത്തെ പല പാട്ടുകളും ക്രൈസ്തവ സംഗീതമാണോ അല്ലെങ്കിൽ സെക്കുലർ സംഗീതമാണോ, ഏത് രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതൊന്നും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള സാഹചര്യത്തിൽ ഈ പഴയ കാലഘട്ടത്തിലെ പാട്ടുകളുടെ ഒരു പ്രത്യേകത, പള്ളിമണികൾ, ദേവാലയത്തിൻ്റെ ഒരു പരിശുദ്ധി ഒക്കെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു അനുഭവം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന, വളരെ സിമ്പിളായിട്ടുള്ള ലയിച്ച് പാടുന്ന രീതിയിലുള്ള മനോഹരമായ ഗാനങ്ങളാണ്. ദേവാനിൻ സന്നിധിയിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനാ ഗാനമാണ് അത്. ദേവാനിൻ സന്നിധിയിൽ ആശ്രയം തേടി വരുന്നു അടിയനിതാ യേശുവേ, അഭയം നീ നൽകൂ, അനുഗ്രഹത്താൽ നിറയ്ക്കൂ. ദേവാനിൻ സന്നിധിയിൽ ആശ്രയം തേടി വരുന്നു അടിയനിതാ യേശുവേ, അഭയം നീ നൽകൂ, അനുഗ്രഹത്താൽ നിറയ്ക്കൂ. പ്രാർത്ഥന ഗാനം. ആദ്യമായി ഇപ്പം നമ്മളൊരു പാട്ട് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ട്യൂണാണോ അതോ വരികളാണോ? ഞാൻ ആദ്യമേ മനസ്സിൽ ട്യൂൺ പിടിക്കും, എങ്കിലേ ശരിയായിട്ടുള്ള വരി കിട്ടുള്ളൂ. ആദ്യമേ ലിറിക്സ് എഴുതി ട്യൂൺ ചെയ്യാം. എന്നാൽ എൻ്റെ മനസ്സിൽ ആദ്യമേ ഒരു പാട്ട് അങ്ങ് വരും. അത് കറക്റ്റാക്കൂല, ഒരു മ്യൂസിക് വരും. മ്യൂസിക് വന്നിട്ട് അതനുസരിച്ച് ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങും. അത് പള്ളിക്കകത്തായാലും ഇവിടെ എൻ്റെ മനസ്സിൽ മ്യൂസിക് വരും. എന്നിട്ട് അത് വെച്ച് പാട്ട് എഴുതും. പാട്ട് എഴുതിയിട്ട്
അത് വീട്ടിൽ ചെന്ന് ഹാർമോണിയൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ആ കറക്റ്റ് അല്ലെങ്കിൽ വേറെ സംഗീതം മാറ്റും. സംഗീതം മാറ്റി അത് അന്ന് നോട്ടൊന്നും എഴുതാനുള്ള കഴിവില്ല. പിറ്റെന്നെടുത്ത് പാടുമ്പോൾ അത് കുഴപ്പം, അത് ക്ലിയർ അല്ല, വീണ്ടും സംഗീതം മാറ്റും. അങ്ങനെ പല പല സംഗീതം മാറ്റിയാണ് ചില പാട്ട് വരുന്നത്. ചിലത് ഒരു സെക്കൻഡിൽ വരും. അത് ഓരോ മൂഡ് പോലെ ഇരിക്കും. കീബോർഡ് എങ്ങനെയാണ്? കീബോർഡ് ഞാൻ തനിയെ പഠിച്ചതാണ്. തനിയെ പഠിച്ചത് ഞാൻ ഇപ്പോൾ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. ഈ എൻ്റെ മെത്തേഡിലൂടെ ആരും ലോകത്ത് ഒരു മനുഷ്യനും പഠിപ്പിക്കുന്നില്ല. ഞാൻ അമേരിക്ക ഉണ്ട്, UK ഉണ്ട്, എല്ലായിടത്തും എനിക്ക് ക്ലാസ് ഉണ്ട്. അവിടുത്തെ അവർ പിയാനോ ആണ് പഠിച്ചിരിക്കുന്നത്, ട്രിനിറ്റിയുടെ പാഠം. അത് പഠിച്ച ആളുകൾക്കൊന്നും പാട്ടൊന്നും വായിക്കാൻ പോകില്ല. അവരെ കുറ്റം പറയുന്നതല്ല, അവരുടെ മെത്തേഡ് അതാണ്. അവർ സ്കെയിലുകളൊന്നും അങ്ങനെയില്ല. ഞാൻ 24 സ്കെയിലും പഠിപ്പിക്കും. 24 സ്കെയിൽ അവർക്ക് ആർക്കും അറിഞ്ഞില്ല. എന്ന് വെച്ചാൽ ഒരു സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ സിക്ക് 2 സ്കെയിലുണ്ട്, സി മേജർ, സി മൈനർ, സി ഷാർപ്പ് മേജർ, സി ഷാർപ്പ് മൈനർ, ഡി മേജർ, ഡി മൈനർ. ഇങ്ങനെ ഡി മൈനറിൻ്റെ റൂട്ട് അതുപോലെ എഴുതി കൊടുക്കണം ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റൊരു കട്ട് കീ കാണിച്ചു കൊടുക്കും, അത് ഏതൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. ഞാൻ സി മൈനർ. അപ്പോൾ സി മൈനർ ശ്രീയേശുനാമം, അതിശയനാമം വായിക്കണമെങ്കിൽ സി മൈനർ പഠിക്കണം. അപ്പോഴാദ്യം തൊട്ടേ അങ്ങനെ പഠിപ്പിക്കും. ഇങ്ങനെയാണ് എൻ്റെ കീബോർഡ് ക്ലാസ്. അതുകൊണ്ട് എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ സംഗീതമായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഈ പ്രത്യേകിച്ച് ഒരു ജോലിക്ക് വേണ്ടി ഒന്നും ശ്രമിച്ചില്ല? തുടക്കം മുതലേ ഈ പാട്ടിന്റെ വഴികളിലൂടെയാണ് ഇതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് ദൈവിക സംഗീതമാണ്, അത് ഹൃദയങ്ങൾക്ക് സാന്ത്വനമാണ്, ആശ്വാസമാണ്. ദൈവം കരുതും, ആ കാര്യത്തിൽ ദൈവം കരുതും. അപ്പൊ ഈ ഇങ്ങനെയുള്ള സംഗീത യാത്രയിൽ മറക്കാനാവാത്ത ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ. ആലുവയിലൊരു കൺവെൻഷൻ നടക്കുന്നു, ഭയങ്കര ജനം. അപ്പോൾ ഈ പകലുള്ള മീറ്റിങ്ങിൽ എൻ്റെ കൂടെ പാടുന്ന ആളില്ല, ലേഡിയാണ്, ഇല്ല. അപ്പോൾ സായിപ്പുമാരും ഒക്കെ ഉണ്ട്. അതൊരു ഭയങ്കര അതിശയമുള്ള ഒരു കാര്യമായിരുന്നു. ഇവർ പാടുന്ന പാട്ടൊക്കെ അവർ റെക്കോർഡ് ചെയ്യണം. അവരുടെ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഓർക്കസ്ട്ര എല്ലാം ഉണ്ട്. ഞാൻ അന്ന് തന്നെ ആ നിലയ്ക്ക് നിന്ന് 25 പാട്ട് പാടി. 25 പാട്ടും റെക്കോർഡ് ചെയ്തു. ഇതിനിടയ്ക്ക് അവിടെ ഇരുന്ന തബലിസ്റ്റ് കയറി ഒരു പാട്ടങ്ങ് പാടി. സായിപ്പ് ഇങ്ങനെ ചെയ്തു പോയി. അരോചമായിട്ട് തോന്നി. ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ സ്റ്റേജുകളിൽ എനിക്കുണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പാടുന്ന ആ ഫീൽ മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് കൊടുക്കാൻ സാധിക്കുന്നില്ല, അത് കിട്ടുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് എനിക്ക് ഒരുപാട് പാട്ട് ഞാൻ പാടേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരുപാടുണ്ട്. ദീർഘമായി പാടുവാനുള്ള പല സ്റ്റേജുകളിലും കൂടെ നിന്നും പാടുന്ന പാസ്റ്റർമാർക്ക് പോലും എൻ്റെ അടുത്ത് അത്ര ഇഷ്ടമല്ലാതെ വന്നിട്ടുണ്ട്. അവരുടെ പാട്ടുകളെക്കാൾ ഓവർടേക്ക് ചെയ്ത് എൻ്റെ പാട്ട് പോയി. അപ്പോൾ അവരും ഇങ്ങനെയൊക്കെയുള്ള അത് അനുഭവങ്ങൾ ഓരോ സ്റ്റേജിലും. എന്നാൽ അവർക്ക് പിണക്കൊന്നുമില്ല. എത്രത്തോളം പാട്ടുകൾ, സാറിന്റെ പാട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ആൽബങ്ങളിലൂടെ? 1000-ലധികം പാട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പ്. 1000-ലധികം പാട്ടുകൾ വന്നിട്ടുണ്ട്. യൂട്യൂബിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പഠിപ്പിച്ചത് മറ്റേ പാട്ട് പഠിപ്പിക്കാത്ത ഒരുപാട് പാട്ട് നോട്ട് എഴുതി ഇട്ടിട്ടുണ്ട്, പഠിപ്പിക്കാത്ത പാട്ടുകൾ. മറ്റേ പാട്ട് എത്രയോ പുസ്തകങ്ങൾ, കൺവെൻഷൻ പുസ്തകങ്ങൾ എത്രയോ അടങ്ങും. അതിൽ അത്രയും പാട്ടുണ്ട് എൻ്റെ. എനിക്ക് തോന്നുന്നു പഴയ കാലഘട്ടത്തിൽ ഈ പാട്ടുകൾ മനുഷ്യൻ പഠിച്ചിരുന്നത് ഈ പുസ്തകങ്ങളിലൂടെയാണ്. അതെ, കൺവെൻഷൻ പുസ്തകങ്ങൾ, കൊച്ചു പുസ്തകങ്ങൾ. ഇപ്പൊ എന്റെ വണ്ടിയിൽ കിടപ്പുണ്ട് ഒരുപാട് പുസ്തകം. ഞാൻ കൊണ്ടുവന്നു, ഞാൻ ഇങ്ങോട്ട് എടുക്കാത്തതാണ്. അന്ന് പാടി പഠിപ്പിച്ച കൊച്ചിലെ അന്നുള്ള പാട്ടുകൾ ഒട്ടേ ഉണ്ട്, ഡയറികളുണ്ട്, നിറച്ച് കിടപ്പുണ്ട്. ഈ പഴയ കാലഘട്ടത്തിൽ, അതായത് സാറൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിൽ പള്ളികളിലൊക്കെ സംഗീതത്തിന് എന്തുമാത്രം വളരെ പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നില്ലേ? അതായത് ക്രൈസ്തവ ആരാധനയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ ശുശ്രൂഷയുടെ ഒരു വലിയ ഭാഗമാണ് സംഗീതം എന്നുള്ളത്. ആരാധനയിൽ സംഗീതം നന്നായി ഉപയോഗിക്കാം എന്നുള്ളത്. എന്നാൽ ഇന്ന് ഞാനത് അധികമായിട്ട് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചതുപോലെ, സാറിന് എന്താണ് തോന്നുന്നത്? ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചതുപോലെ ഇന്നും അതേ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതോ കുറഞ്ഞു പോയിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് നമ്മൾ വെസ്റ്റേൺ 4 പാർട്സ് ഇങ്ങനെയൊക്കെയുള്ള മ്യൂസിക്കുകൾ അത് മനസ്സിൽ ടച്ച് ചെയ്യുന്നതല്ല. അവരാ പാണ്ഡിത്യം, പാട്ടിൻ്റെ 4 എടുത്തിട്ട് 4 നോട്ട്സ് വെച്ച് പാടി. എന്നാൽ നമ്മൾക്ക് ഒരാളിൻ്റെ അടുത്ത് വന്ദനം യേശുവര ഒന്ന് പാടി പറഞ്ഞു തരുമോ? അവർക്കറിഞ്ഞൂടാ. മെലഡി പാടുന്ന ആളിനല്ലാതെ 4 പാർട്സ് പാടുന്ന ആൾക്ക് പാട്ടറിഞ്ഞു. ബാസ് പാടും, ടെനർ പാടും, ആൾട്ടോ പാടും, ഇതൊക്കെ പാടും. പാട്ടല്ല, പാട്ട് പാടുന്ന ഒരു ടീമിനെ അറിയാവും. അത് ഇപ്പോഴത്തെ ഏറ്റവും പ്രശ്നം അത് തന്നെ. ആളുകൾക്ക് ആ പാട്ട് പള്ളിക്കകത്ത് പാടുമ്പോൾ ഒരു പ്രത്യേക സുഖം തോന്നുന്നെങ്കിലും ആ പാട്ടിന് നമുക്ക് മനസ്സിലോട്ട് പോകില്ല, മനസ്സിൽ കയറുന്നില്ല, മനസ്സിൽ പോകില്ല. മനസ്സിൽ പോകുന്ന ഇതുപോലെ നല്ല മെലഡികൾ. അപ്പം ഞാൻ പള്ളിയിൽ അച്ഛന്മാരെടുത്ത് പറഞ്ഞാൽ
അച്ഛോ ഞങ്ങളുടെ പള്ളിയിൽ വരുന്നത് ഒരു പാട്ട് കേട്ട ഒരു ആശ്വാസത്തിനാണ്. ഇവിടെ പാടുന്ന പാട്ട് കേൾക്കുന്ന ഒരു ആശ്വാസമില്ല. ഒരു നല്ല പാട്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പാടിയാൽ കൊള്ളാം. നമ്മുടെ CC പള്ളികളിൽ നിന്ന് ഇപ്പം അങ്ങനെ അംഗീകാരമൊന്നുമില്ല. ഞാൻ ഇരുന്നപ്പോഴും അതുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ CSIയിലെ ലണ്ടൻ മിഷൻ CSI ഈ പാട്ട് ഇതിലേക്കൊക്കെ പാട്ട് വന്നത് വിദേശ മിഷണറിമാരുടെയൊക്കെ പാട്ടുകളാണ്. അതാണ് ഇപ്പൊ സാറ് പറഞ്ഞത്, ഈ 4 പാർട്സ് ഒക്കെ ഉപയോഗിച്ച് ആ രീതിയിൽ പരിശീലിപ്പിച്ച് മറ്റെങ്ങും അധികം കേട്ടിട്ടില്ല. മറ്റ് പള്ളികൾ, കത്തോലിക്ക അല്ലെങ്കിൽ യാക്കോബ പള്ളികളൊന്നും ആ രീതിയിൽ കണ്ടിട്ടില്ല. എന്നാൽ CSI, സാൽവേഷൻ ആർമി, ലണ്ടൻ മിഷൻ ഇങ്ങനെയുള്ള ചർച്ചകളിലൊക്കെ അത്തരത്തിൽ സംഗീതത്തിന് ഒരു കാലത്ത് നല്ല പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് തോന്നുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു വഴിയാണ് സാറ് പാട്ടിന്റെ വഴിയിൽ കണ്ടെത്തിയത്. അതന്നെ ഇപ്പോഴും ആ പള്ളികളിൽ ഇപ്പൊ എല്ലാ പള്ളികളൊന്നുമല്ല, പ്രധാനപ്പെട്ട വലിയ പള്ളികളിൽ 4 പാർട്സ് പാടുന്നുണ്ട്. മറ്റെല്ലാവരും സാധാരണ പാട്ടുകൾ തന്നെ ഇപ്പോഴും പാടുന്നത് താളമൊക്കെ അടിച്ച് കൈയടിച്ചൊക്കെ തന്നെ പാടുന്നത്. അത് ആ പാട്ടുകൾ പാടുമ്പോൾ കേൾക്കാനൊരു അതെ, അത് ഒരിക്കൽ കൂടെ ഒന്ന് സാറൊന്ന് വ്യക്തമാക്കാമോ? സാറിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ആ രീതിയിലുള്ള സംഗീതം ഹൃദയത്തിൽ കയറുന്നുവോ, അതോ ഇന്ന് നമ്മൾ പാടുന്ന സോളോ ടൈപ്പ് ഗാനങ്ങളാണോ കൂടുതൽ സഭയ്ക്ക് ആരാധനയ്ക്ക് അഭികാമ്യം? ആരാധനയ്ക്ക് നല്ലത് ഗ്രൂപ്പായിട്ട് പാടുന്നത് തന്നെ. ഗ്രൂപ്പായിട്ട് പാടിയാലും മനസ്സിൽ കയറണ മെലഡി വേണം. പാട്ടിന് ചുമ്മാ അടിച്ചു പൊളിച്ച് പാടിയ പാട്ട് മനസ്സിൽ കയറൂല. അപ്പോൾ ഏത് പാട്ട് പാടിയാലും അതിലൊരു മെലഡി ഉണ്ടെങ്കിലേ പാട്ട് പിന്നെ ആശയം വരണം. നമ്മൾ പാടുന്നത് എന്താണ്? അപ്പോൾ ഈ പല ആൾക്കാർ പാടുമ്പോൾ ഇപ്പോൾ നമുക്ക് ഞാൻ ഉദാഹരണം പറയാം. യഹോവ ദൈവം എല്ലാവരും പാടും. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. അടുത്തവർ പാടുന്ന അടുത്ത സ്റ്റാൻസിയുടെ ട്യൂണാണ്. പരദേശ് എന്ന് പാടും. അങ്ങനെ പാടാനേ പാടില്ല. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ. തീർന്നു, പല്ലവി കഴിഞ്ഞു. പിന്നെ ആപത്തിൽ നമ്മുടെ ഈ ആൾക്കാരെടുത്ത് ഈ 2 വരി കഴിഞ്ഞ ഉടനെ ആപത്തിൽ നമ്മുടെ ആ ട്യൂൺ എടുത്തിടും. അത് പാടില്ല. അത് സംഗീതത്തിന്റെ ഒരു പാട്ട് 4 വരി പല്ലവി ഒരേ ട്യൂണാണ്. എന്നിട്ട് 2ാമത്തെ വരിയിൽ ആപത്തിൽ നമ്മുടെ ആ സ്റ്റാൻസയുടെ ട്യൂൺ എടുത്തിടും. അത് പാട്ട് അപ്പോഴേ തീർന്നു, ആ പാട്ടിന്റെ ഏർപ്പാട് തീരും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത് എഴുതിയ ആൾക്കാർ എഴുതിയത് ആദ്യത്തെ 4 വരി ഒരേ ട്യൂണിൽ തന്നെ ചെയ്തത്. ഈ പഴയ കാലഘട്ടത്തിൽ പലപ്പോഴും പ്രത്യേകിച്ച് ക്രൈസ്തവ ഗാനങ്ങളുടെ ഒരു പ്രത്യേകത, എഴുതിയവർ തന്നെയാണ് അതിന് ട്യൂൺ ചെയ്തത്. അവർക്ക് സംഗീതവുമായി വലിയ ബന്ധമുള്ളവരൊന്നും ഉപദേശി അവർക്ക് ആർക്കും ഇല്ല. അതെ, സംഗീതമായിട്ട് അതെ അതെ. അതായത് അന്നത്തെ, അതായത് സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ഗാനങ്ങൾ എടുത്താൽ തന്നെ അറിയാനായിട്ട് കഴിയും. നേരത്തെ സാറ് പറഞ്ഞതുപോലെ തനി ഗ്രാമീണനായിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് തൻ്റെ കഷ്ടപ്പാടുകളും വേദനകളും ദൈവമായിട്ടുള്ള ബന്ധവും ദൈവത്തിൻ്റെ കരുതലും ഒക്കെ ചേർത്താണ് ഒരു പെട്ടെന്ന് ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ നുറുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ ഒരു ദൈവ സാമീപ്യവും ദൈവ സാന്നിധ്യവും ഒക്കെ ഉണ്ടാകുമ്പോൾ അറിയാതെ പാടിപ്പോകുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ആ ട്യൂണിൽ നിന്ന് ഉണ്ടാകുന്ന വരികളാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരുപാട് അനുഭവമുണ്ട്. വളരെ കഷ്ടപ്പാടും പിശാചുക്കളുടെ ഉപദ്രവം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനകളിലൊക്കെ എല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലുണ്ട്. ആ ഫീലാണ് പാട്ടുകൾക്ക് വരുന്നത് കൂടുതലും. അപ്പോൾ അപ്പോഴുള്ള പ്രാർത്ഥനയുടെ കാര്യങ്ങളും പാട്ടുകളും നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സമയത്തിലൊക്കെ ഉള്ള പാട്ടൊക്കെ ഭയങ്കര നല്ല രീതിയിൽ ആ രീതിയിലുള്ള പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് ആ സമയത്ത്. ഈ ചെറുപ്പത്തിൽ, ബാല്യത്തിൽ, നേരത്തെ ഞാൻ ആദ്യമേ ഒന്ന് ഓർത്താണ്, ബാല്യത്തിൽ നമ്മുടെ റെക്കോർഡ് സോങ്ങുകൾ, പഴയ കാലത്തെ അപൂർവമായിട്ട് ഇറങ്ങുന്ന റെക്കോർഡ് സോങ്ങുകളൊക്കെ ശ്രദ്ധിക്കുമായിരുന്നോ? പാട്ടെല്ലാം ഞാൻ എല്ലാ പാട്ടുകളെല്ലാം ഏത് പാട്ടും ഞാൻ ശ്രദ്ധിക്കും. നല്ല മെലഡികളാണെങ്കിൽ കൂടുതൽ മെലഡികൾ ആണെങ്കിൽ നല്ലതായിട്ട് ശ്രദ്ധിക്കും. അക്കാലത്ത് മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പാട്ട് പറഞ്ഞാട്ടെ, പഴയ കാലഘട്ടത്തിൽ. ക്രിസ്ത്യൻ പാട്ട്. ക്രിസ്ത്യൻ പാട്ടിൽ ഇപ്പൊ എന്റെ ദൈവം മഹത്വത്തിൽ ആദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നെ ക്ലേശിപ്പാൻ. ഈ പാട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പാട്ടാണ്. ശുദ്ധർ സ്തുതിക്കും വീടേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എല്ലാ കൺവെൻഷനുകളിലും പാടുന്ന പാട്ടുകളാണ് അതൊക്കെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട് പാടും ആനന്ദ കീർത്തനം ഞാൻ
ജീവനുള്ള നാൾ വരെ നന്ദിയോടെ എന്നും പാടും സങ്കീർത്തനം ഞാൻ. കേട്ടിട്ടുണ്ടോ? ഇല്ല. ആശ്വാസങ്ങളുള്ള പഴയ പാട്ടുകളാണ്. എൻ്റെ വീട്ടിലെ അതുപോലത്തെ ഒരു പാട്ട്. ആനന്ദമേ എനിക്കാനന്ദമേ, ആനന്ദമേ എനിക്കാനന്ദമേ, സിയോൻ പുരിയിലുള്ള വാസത്തെ ഓർക്കുമ്പോൾ ആമോദം ഏറിടുന്നേ, എനിക്കാമോദം ഏറിടുന്നേ. ആനന്ദമേ എനിക്കാനന്ദമേ, എൻ സ്വദേശം ഇഹത്തിലല്ല, സ്വർഗ്ഗസിയോൻ പുരിയതിൽ, അവിടെ ഞാൻ പോയി ചേരും വേഗം. ചിന്തിക്കും നേരമൻ ഉള്ളമോയരുന്നേ, ചിന്തിക്കും നേരമൻ ഉള്ളമോയരുന്നേ. ആനന്ദമേ എനിക്കാനന്ദമേ. അതുപോലെ ആശ്വസിക്കുന്ന പാട്ടുകളാണ് ഇതൊക്കെ. എന്തൊരു സംഗീതം, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഇതെൻ്റെ പപ്പ പാടിയിട്ടുള്ള പാട്ടാണ്, അതുകൊണ്ടാണ് എനിക്കറിയാവുന്നത്. വർഷങ്ങൾ മുമ്പ് അത് പപ്പയുടെ പോലത്തെ ബുക്കിൽ നിന്ന് എടുത്ത എല്ലാ പാട്ടും എൻ്റെ കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഈ പാടുവാനന്ദ കീർത്തനം ഞാൻ ഈ ആനന്ദമേ എനിക്കാനന്ദമേ, അതിൽ ഒരുപാട് സ്റ്റാൻസുണ്ട്. സാർ ഇപ്പം ഇതിങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്ന ഒരാളുണ്ട്, ഈ ഇങ്ങനെ ഗാനം ചെയ്ത, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. മോശവത്സലം ശാസ്ത്രിയ, CSC സഭയുമായി ബന്ധപ്പെട്ട ഒരു സുവിശേഷകനൊക്കെ ആയിരുന്നല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഗാനങ്ങളും ഇതുപോലെ, അദ്ദേഹം എനിക്ക് തോന്നുന്നു സംഗീതം അഭ്യസിച്ച ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ശരിക്കും ഹൃദയത്തെ സ്വാധീനിക്കുന്ന പാട്ടുകളാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഈ CSI സഭ സംഗീതത്തിനെക്കാളും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഒന്നും ഈ പറയുന്ന പോലെ സംവിധാനങ്ങളൊന്നുമില്ലെങ്കിലും രാജാവിൻ്റെ സദസ്സിൽ പോലും അദ്ദേഹം പാടിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം CSI സഭ ഇതുപോലെ ധാരാളം വളരെ പ്രതിഭാധനരായ സംഗീതജ്ഞരെ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ നിന്റെ ഹിതം പോലെ തന്നെ, യേശു അല്ലാതെ വേറൊരു രക്ഷകൻ, യേശു എന്ന അടിസ്ഥാനം, മനോഹരമായ ഗാനം. അതെല്ലാം മെലഡിയാണ്. മെലഡിയാണ്. അത് ഈ പറയുന്ന പോലെ ഹൃദയങ്ങളെ നന്നായി സ്വാധീനിക്കുന്ന ഗാനങ്ങളാണ്. സൂപ്പർ പാട്ടുകൾ. ഇത്രയൊക്കെ ഗാനങ്ങൾ ചെയ്തിട്ടും മനോഹരമായി അത് ചിട്ടപ്പെടുത്തി ഈ CSI ഈ സാധാരണ നമ്മൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങിപ്പോയാൽ ചിലപ്പോൾ അത് നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ, നമ്മളെ അങ്ങ് പിടിച്ച് താഴോട്ടായി. സാർ ഇത്രയൊക്കെ ഗാനങ്ങൾ ചെയ്തിട്ടും ഒരു കുറച്ച് മുഖ്യധാരയിലേക്ക് വരാൻ കഴിയാതെ പോയത് അത് എന്തുകൊണ്ടാണ്? ഈ CSI മാത്രം പാട്ടുമായിട്ട് ഉറച്ചു നിന്നതുകൊണ്ടാണോ? പറയാം. അത് ഞാൻ ഇളവട്ടം പള്ളി തൊട്ടേ എനിക്ക് ഭയങ്കരമായിട്ട് അസൂയ ഉണ്ടായിരുന്നു. എൻ്റെ കഴിവുകൾ മറ്റവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ എന്നെ എത്രത്തോളം ഇടിച്ച് താഴ്ത്താൻ പറ്റുമോ, അവസരം തരാതിരിക്കാൻ പറ്റുമോ, ഇതൊക്കെ ചെയ്യും. പിന്നെ ഇളവട്ടം പള്ളിയിൽ, എൻ്റെ സ്വന്തം പള്ളിയിൽ അങ്ങനെ ചെയ്താലൊന്നും നടക്കൂല, ഞാൻ കൊണ്ടുപോകും. എന്നാൽ മറ്റുള്ളടത്ത് ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടൂല. അങ്ങനെ ആ ഒരു രീതിയിൽ എനിക്ക് വളർച്ച ഒരുപാട് താഴോട്ട് പോയി. അപ്പോൾ എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടാമായിരുന്നു, എന്നാൽ ഒരു കഴിവില്ലാത്തവർക്ക് ആ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അത്രയും പാട്ടെഴുതിയിട്ട് ഞാൻ വൈഫിൻ്റെ അടുത്ത് പറയും, എൻ്റെ വൈഫിൻ്റെ അടുത്ത്, അപ്പോൾ എൻ്റെ കാലശേഷം ഈ പാട്ട് ആരും ഇല്ലാതെ എൻ്റെ കൂടെ അങ്ങ് പോകും, ആരും അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പം സാറുമായിട്ട് സംസാരിച്ച് പാട്ടുകളൊക്കെ വെളിയിൽ വരാം എന്നുള്ള തോന്നലുണ്ട്. എന്നാൽ നമ്മുടെ പള്ളിയിൽ ഇത് പാട്ടുകൾ അങ്ങനെ എടുക്കുന്നില്ല. അത് വേറെ പാട്ടുകൾ, മരമൻ പാട്ടുകൾ ഇങ്ങനെയൊക്കെ എടുക്കുന്നുള്ളൂ. സംഗീത ജീവിതത്തിൽ കുടുംബത്തിന്റെ പിന്തുണ എങ്ങനെയാ? അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും എൻ്റെ എൻ്റെ ജീവിതം പാട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. എന്ത് പറഞ്ഞാലും അതിൽ നിന്ന് ഞാൻ മാറില്ല. അതുകൊണ്ടാണ് പിന്നെ ഈ പാട്ട് എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് പാട്ടിന്. അപ്പോൾ ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പാടുമെങ്കിൽ അവിടെ അതിൻ്റെ കാര്യമായിട്ട് വിമർശിക്കുകയും ചെയ്യും. അവിടെ ഇങ്ങനെ
അത് കുഴപ്പമില്ല. അത് നല്ലൊരു അത് വൈഫ് കാര്യമായിട്ട് പറയും. പാട്ടൊക്കെ നല്ല ആസ്വദിക്കും. പാടാൻ ഭയങ്കര കഴിവൊന്നുമില്ലെങ്കിലും പാടാനുള്ള കഴിവ് ഇല്ല, ഭയങ്കര കഴിവൊന്നുമില്ല. എന്നാ തെറ്റ് കണ്ടാൽ അറിയാം, തെറ്റ് കണ്ടാൽ അറിയാം, താളമൊക്കെ നന്നായിട്ട് അറിയാം. പാട്ടൊക്കെ പാടുമ്പോൾ താളം കറക്റ്റായിട്ട് അടിക്കും, അതൊക്കെ അറിയാം. അപ്പോൾ ഒരു നല്ല ജീവിത കാലഘട്ടം എനിക്ക് തോന്നുന്നു ഒരു പുരുഷായുസ്, ആ പുരുഷായുസ് ദൈവിക സംഗീതത്തിന് വേണ്ടി കൊടുത്തു. അതിലൂടെ മുന്നോട്ട് പോയി അത് നന്നായി തന്നെ പാടി അവതരിപ്പിച്ചു. ഈ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കൂട്ടുകാരൊക്കെ പല രീതിയിലൊക്കെ വികാസം പ്രാപിച്ചു, അഭിവൃദ്ധി പ്രാപിച്ചു. ഞാൻ ക്രൈസ്തവ സംഗീതമായി മുന്നോട്ട് പോയി. ഇങ്ങനെ മുന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തിയാണോ നിരാശയാണോ? എനിക്കിപ്പോൾ ഭയങ്കര തൃപ്തിയാണ്. എന്ന് വെച്ചാൽ ഞാൻ എവിടെ ചെന്നാലും ഏത് സ്ഥലത്ത് ചെന്നാലും ഇളവട്ടം ജസ്റ്റിസ് എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം. അത് ഈ പാട്ടിൽ കൂടെയാണ്. അപ്പോൾ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് കൂടെയാണ്. സാറിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഭയങ്കര കാര്യമാണ് എവിടെ ചെന്നാലും. ഇപ്പം എൻ്റെ സ്വന്തം പള്ളിയിൽ ചെന്നാൽ ഭയങ്കര എൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. അവിടെ സാധാരണ സ്വന്തം പള്ളികളിൽ അങ്ങനെ കിട്ടുന്ന എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര കാര്യം, എനിക്ക് പ്രത്യേകം സ്പെഷ്യൽ പാട്ട് കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ആ രീതിയാണ് നമ്മുടെ പാട്ടിൽ കൂടെ തന്നെ എനിക്ക് പേരും കാര്യം. ഈ സ്വന്തം വരികളല്ലാതെ മറ്റുള്ളവരുടെ വരികൾ ഈണം ഒരുപാട് പലർക്ക് CD-യിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ആൽബങ്ങളിൽ ചെയ്തിട്ടുണ്ട്. വളരെയധികം പാട്ടുകൾ. അത് കോവളം പാസ്റ്റർ ജില്ലിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരുപാട് പാട്ട്. അതിലൊരു പാട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. നീതി സൂര്യൻ വന്നിടുമ്പോൾ രോഗദുഃഖങ്ങൾ മാറിപ്പോകും. അന്നു ദൈവ മക്കളൊന്നായി ആർത്തു ഘോഷിക്കും. സ്തോത്രം യേശുവേ നിനക്കെന്നും സ്തോത്രം. നീതി സൂര്യൻ വന്നിടുമ്പോൾ രോഗദുഃഖങ്ങൾ മാറിപ്പോകും. അന്നു ദൈവ മക്കളൊന്നായി ആർത്തു ഘോഷിക്കും. സ്തോത്രം യേശുവേ നിനക്കെന്നും സ്തോത്രം. എൻ്റെ അത് പാടാതിരുന്ന് ഒക്കെ മറന്നു. ചാഞ്ഞു പോകും നിഴൽ പോലെ ആയുസീതാ കുറയുന്നു. കാന്തി പരത്തി ശോഭ തൂകും യൗവനം വാടുന്നു. യേശുവേ നിൻ കരുണ മാത്രം എന്നും നിലനിൽക്കുന്നു. ശക്തിയേ കിട തുണയിടുവാ. പാട്ട് പ്രാക്ടീസ് ചെയ്യാത്തോണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ പാടുന്നില്ല. അന്ന് സംഗീതം ചെയ്തിട്ട് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി ഇട്ടൊക്കെയാണ്. പാടാനുള്ള സ്റ്റേജ് കിട്ടിയില്ല, പാടിയില്ല. ഇത്തരത്തിലുള്ള സംഗീതം, അതായത് ഇന്നത്തെ പാട്ടുകളിൽ നിന്ന് നേരെ വിപരീതമാണ് സാറിന്റെ പാട്ടുകൾ. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഇതൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ എത്തപ്പെടുന്നില്ല എന്നുള്ള ചിന്തകൾ, മറ്റുള്ള പാട്ടുകളൊക്കെ ധാരാളം പാട്ടുകൾ മറ്റുള്ളവരുടെ രംഗത്ത് വരുമ്പോൾ എൻ്റെ ഇത്തരത്തിലുള്ള പാട്ടുകൾ, എന്നിട്ടും സാർ ആ റൂട്ടിലൂടെ തന്നെയാണ് പോകുന്നത്. കാരണം അതിൽ സാറിന് നിരാശ തോന്നാറില്ലേ? കാരണം എൻ്റെ പാട്ടുകൾ രംഗത്ത് വരുന്നില്ല, എന്നിട്ടും ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അത് എനിക്ക് പാട്ടിനെ ഇതിനെ വിലമതിക്കാൻ അറിയാം. ഇപ്പോഴത്തെ പാട്ടുകൾ അതിലാശയമില്ല. കുറെ എന്തൊക്കെ പറഞ്ഞ് കുറെ മ്യൂസിക് ഇടുന്നതല്ലാതെ അത് എനിക്ക് പാടാൻ പറ്റൂല, ഞാൻ പാടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാത്തത്. അപ്പോൾ നമ്മുടെ ടീമിൽ വരുന്നവർക്ക് ആ പാട്ട് വേണം ഈ പാട്ട് വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പാടിക്കൊള്ളി, ഞാൻ പാടില്ല. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് പാടുന്നത്. അവരുടെ പാട്ടൊന്നും ഞാൻ പാടാറില്ല. ആ പാട്ട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ പഴയ പാട്ടുകളിൽ ആശ്വാസഗീതങ്ങളിലൊക്കെ പാട്ട് ഏത് പാട്ടും ഞാൻ പാടും. അതാണ് പാട്ടുകൾ. അപ്പോൾ ഞാൻ എഴുതുന്ന പാട്ടും എനിക്കിഷ്ടമാണ്. ഓക്കെ. മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ പ്രായത്തിലും നന്നായി ശ്രുതി ചേർന്നാണ് എല്ലാ പാട്ടുകളും, അതിൻ്റെ ആ ലയവും ശ്രുതിയും ചേർന്നാണ് നന്നായി ഈ പാട്ടുകളൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഇത്ര ഹൃദ്യമായിട്ട് തോന്നുന്നത്. ധാരാളം പേര് പാടുന്നുണ്ട്, പാട്ടുകൾ എഴുതുന്നുണ്ട്,
അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ അത് കാത്തു സൂക്ഷിക്കുക, ശ്രുതി ചേർത്ത് പാടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പലർക്കും കഴിയാതെ പോകുന്നു. പ്രൊഫഷണലായി പാടുന്നു എന്ന് പറയുന്ന ശ്രുതി പലർക്കും കഴിയാത്ത കാര്യമാണ്. സാർ പറഞ്ഞ പോലെ ശ്രുതി എല്ലാവർക്കും കിട്ടൂല. പിടിച്ച് നിർത്താൻ ശ്വാസം നല്ല പിടിക്കണം. അതുമല്ല ആ ശ്രുതി നിൽക്കാൻ തന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കീബോർഡ് നന്നായിട്ട് മനസ്സിലാക്കി കൂടെ പാടി ശീലിക്കുമെങ്കിൽ ശ്രുതി നിൽക്കും. നമ്മൾ ശാസ്ത്രീയ സംഗീതം പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്ന സാറുമാർ കീബോർഡൊന്നും വെച്ചല്ല പാടുന്നത്, ഒരു ശ്രുതി ഇടും. എന്നാലും ആ ശ്രുതിയിലൊന്നും വരാറില്ല. ഞാൻ അങ്ങനത്തെ ഒരുപാട് പിള്ളേരെ ഞാൻ ശ്രുതിയാക്കി എടുത്തിട്ടുണ്ട്. മത്സരങ്ങൾക്ക് പാടാൻ വേണ്ടി എൻ്റെ അടുത്ത് വരും. അപ്പോൾ അവർ ക്ലാസ്സിൽ പഠിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടി കേൾപ്പിക്കും, ഇതുപോലെ പാടാൻ പറയും. അങ്ങനെ പാടി ശീലിപ്പിച്ചെടുക്കും. അത് ശ്രുതിയിൽ വരും. ശ്രുതി ഒരു അല്പവും നമ്മൾ MG ശ്രീകുമാർ പോലെ ഫ്ലാറ്റായി പോയി, ഷാർപ്പായി പോയി എന്നൊക്കെ പറയില്ലേ, അത് വരാത്ത രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ശ്രുതിയിൽ തന്നെ നിൽക്കും. അപ്പോൾ ഒരു ശ്രുതി അവസരമാണ് ഈ ഫ്ലാറ്റ് ഷാർപ്പ് എന്നൊക്കെ പറയുന്നത്. ആ പാടിക്കൊണ്ട് പോകുന്നിടത്ത് അല്പം നോട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ അത് മാറി. അത് വരാത്ത രീതിയിൽ നമ്മൾ പാടിയെടുക്കണം. അത് എല്ലാവർക്കും പറ്റുന്നതല്ല, ഒരുപാട് പ്രാക്ടീസ് ഉണ്ടേ ശ്രുതിയിൽ വരുള്ളൂ. ഒരു പാട്ടുകാരന് അവരുടെ സംഗീത ജീവിതത്തിൽ ഏത് തരത്തിലുള്ള നിഷ്ഠയാണ് ആവശ്യമായിരിക്കുന്നത്? എൻ്റെ രീതി പറയാം, ഞാൻ വളരെ കുറച്ച് ആഹാരം കഴിക്കുകയുള്ളൂ. കൂടുതൽ വെള്ളം കുടിക്കും. പിന്നെ എൻ്റെ കൂടെ നടക്കുന്ന കൺവെൻഷൻ പാസ്റ്റർമാരൊക്കെ പറയും, ഇളവട്ടം ജസ്റ്റിസ് പാടുന്നത് ഏത്തമ്പഴവും കഞ്ഞിവെള്ളവും. എനിക്ക് പാടുന്നതിന് മുമ്പേ ഒരു ഏത്തമ്പഴം കഴിക്കും, കഞ്ഞിവെള്ളം കുടിക്കും. എത്ര മണിക്കൂറാണെങ്കിലും ഞാൻ നിന്ന് പാടും. എനിക്കൊരു ക്ഷീണവും ഇല്ല. ഇപ്പോഴും അതാണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് കിടക്കുമ്പോൾ വെള്ളവും കുടിച്ച് ഏത്തമ്പഴം കഴിച്ചിട്ടേ വരുള്ളൂ. അതുകൊണ്ട് എനിക്ക് പാട്ടിൽ ക്ഷീണമില്ല. അതാണ് എൻ്റെ അനുഭവം. അതനുസരിച്ച് പ്രസംഗിക്കാൻ പോയെന്നാൽ അതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അവർ പ്രസംഗിക്കാൻ പിടിച്ച് നിൽക്കാൻ ഒരു കപ്പാസിറ്റി കിട്ടാൻ. അപ്പോൾ ഞാൻ എത്ര പാടിക്കൊണ്ടിരുന്നാലും എനിക്ക് അങ്ങനെ ക്ഷീണമില്ല. സാധാരണ സാറ് ചെയ്യുന്ന പല പാട്ടുകളും മെലഡിയാണ് കൂടുതൽ ഉള്ളത്. അപ്പം തന്നെ സെമി ക്ലാസിക്കൽ അങ്ങനെയുള്ള പാട്ടുകളും ചിട്ടപ്പെടുത്താറുണ്ട്. സെമി ക്ലാസിക്കലൊക്കെ ഉണ്ട്. സെമി ക്ലാസിക്കലുണ്ട്, നല്ല ഫാസ്റ്റ് ടൈപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല അടിച്ച് തകർത്ത് പാടുന്ന പാട്ടുകളുണ്ട്. ഇതിൽ പാടുന്ന പാടില്ലേ രണ്ടാം വരവ്, അടിച്ച് തകർക്കുന്ന പാട്ടാണ്. നല്ല റിതമൊക്കെയായിട്ടാണ് പാടുന്നത്. അതൊക്കെ നല്ല ഫാസ്റ്റായിട്ട് വരും. നിത്യേന നല്ല ഫാസ്റ്റായിട്ട് വരും. ഇതുപോലെ യാഹിൽ ആശ്രയിക്കുന്നവരൊരു നാൾ എന്നൊക്കെ ഫാസ്റ്റായിട്ട് പാടും. ഞാൻ ഇപ്പം സ്ലോയിൽ പാടുന്നേ ഉള്ളൂ. യാഹിലാശ്രയിക്കുന്നോരൊരു നാളും ലജ്ജിതരാകയില്ല, തൻ്റെ നീതിയിൻ വഴികളിലെന്നും നടത്തി വിടുവിച്ചിടും. തൻ്റെ നീതിയിൻ വഴികളിലെന്നും നടത്തി വിടുവിച്ചിടും. ആഹാ എന്തോരാനന്ദമേ, ആഹാ എന്തൊരു സൗഭാഗ്യമേ, ആഹാ എന്തോരാനന്ദമേ, ആഹാ എന്തൊരു സൗഭാഗ്യമേ, എൻ്റെ രക്ഷയും കോട്ടയുമേ, എൻ്റെ രക്ഷയും കോട്ടയുമേ. ഇത് ഹൈ സ്പീഡിൽ ഓർക്കസ്ട്ര വായിച്ച് പാടുമ്പോൾ നല്ല ടെമ്പോ കയറുമ്പോഴും അടിച്ച് തകർത്ത് നിൽക്കും. അങ്ങനെയുള്ള ഈ പാട്ടൊക്കെ അങ്ങനെ നല്ല ഫോഴ്സ് ഉള്ള പാട്ടുകളാണ്. ഈ സെമി ക്ലാസിക്കലായിട്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ടൊന്നും നിന്നെ ഞാൻ കാണും രക്ഷകനേ, ഒന്നേയൻ ആശയേ, നിൻ തിരുപാദം വന്ദിക്കുമേ, നിൻ സ്തുതി ഗീതം പാടിടുമേ. നിന്നെ ഞാൻ കാണും രക്ഷകനേ, ഒന്നേയൻ ആശയേ. ഇതൊരു സ്റ്റാൻസ് ഒക്കെ വരുമ്പോൾ നല്ല ഭയങ്കര ക്ലാസിക്കലൊന്നുമല്ല, സെമി ക്ലാസിക്കലായിട്ട്. ആഴിയിൻ മീതെ
നടന്നു പോയോനെ ആപത്തു നാളുകളിൽ തുണയേകണേ. നിന്നിൽ മാത്രം കാണുന്നു ഞാൻ, നിന്നിൽ മാത്രം കാണുന്നു ഞാൻ, പാവന സ്നേഹവും പൂർണ്ണതയും. ഇതൊക്കെ നല്ല താളത്തിൽ വീട്ടിൽ ഞാൻ താളമൊന്നുമില്ല പാടി, താളത്തിലൊക്കെ ഓർക്കസ്ട്ര ചെയ്ത് എൻ്റെ മ്യൂസിക് ഇട്ട് പാടുമ്പോൾ നല്ല പാട്ട്. എനിക്കറിയാം, എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് 2 മണിക്കൂറുകൾ സാറ് പാടിയിട്ടാണ് ഈ അഭിമുഖത്തിലേക്ക് വരുന്നത്. ഭയങ്കര പാട്ട് നല്ല അതിന്റെ തൊണ്ടയുടെ പരിമിതിയുണ്ട്. ഓക്കെ, എങ്കിലും വളരെ ഹൃദ്യമാണ്. ഈ പ്രായത്തിലും ഇങ്ങനെ പാടാനായിട്ട് കഴിയുന്നല്ലോ, അതൊരു വലിയ ഭാഗ്യം തന്നെ. എത്രയോ പേര്, ഇതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ്. അത് സംഗീതം എന്ന് പറയുന്നത് എത്രയോ പേര് കൊതിക്കുന്നു, അവർക്കത് ലഭ്യമാകുന്നില്ല. അത്തരം സാഹചര്യത്തിൽ ദൈവം പല രീതിയിലാണ് മനുഷ്യനെ സമ്പന്നനാക്കുന്നത്. ചിലർക്ക് പണം കൊടുക്കുന്നു, അതൊരു വശത്ത്. എന്നാൽ കഴിവുകൾ എന്ന് പറയുന്നത്, താലന്തുകൾ എന്ന് പറയുന്നത് അസാധാരണമായ ദൈവികമായ ഒരു സമ്പന്നത തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് സംഗീതം, അത് കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് പ്രകടിപ്പിക്കാനായിട്ട് കഴിയൂ. വേറെ നമുക്ക് പ്രസംഗിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും, സംഘാടകനാകാനായിട്ട് കഴിയും, നല്ല ജീവകാരുണ്യ പ്രവർത്തകനായിട്ട് കഴിയും, എല്ലാം കഴിയും. പക്ഷെ സംഗീതം എന്ന് പറയുന്നത് തൊണ്ടയ്ക്ക് ദൈവം അത് തരണം. ഈ രോഗിയായിട്ട് കിടക്കുന്ന ഒരാളുടെ അടുത്ത് ഇടിവെട്ടും പോലെ പാടുന്നതിനേക്കാളും സോഫ്റ്റായിട്ടൊരു പാട്ട് പാടി ആളുടെ അസുഖം അപ്പം തന്നെ മാറും. അങ്ങനെയാണ് അനുഭവങ്ങൾ വന്നിട്ടുണ്ട് വളരെ. അപ്പോൾ പാട്ട് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇതൊരു കിടക്കുമ്പോൾ നല്ല മ്യൂസിക് കേട്ടുകൊണ്ട് കിടക്കുമ്പോൾ വേദനയൊക്കെ അങ്ങ് മറക്കുകയാണ്. ഇപ്പം നിലവിൽ വൈദ്യശാസ്ത്ര രംഗത്ത് തന്നെ മ്യൂസിക് തെറാപ്പി ഉണ്ടല്ലോ, ആ രീതിയിൽ സംഗീതത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ മൃഗങ്ങൾ പോലും, മൃഗങ്ങൾ, ഞാൻ ഒരു ഉദാഹരണം ഒരിടത്തൊക്കെ പറഞ്ഞിട്ട്, പള്ളിയിലെ ചിലയിടത്തൊക്കെ ചെറിയ ചെറിയ പ്രസംഗത്തിന് പോകും, അനുഭവം പറയും. അപ്പോൾ ഒരാൾ ഒരു കോമഡിയാണ്. അപ്പോൾ ഇങ്ങനെ പറയും, ഒരു പശു, ഭയങ്കര ചവിട്ടുള്ള പശു, ഒരു ഭയങ്കര ചവിട്ട്. അപ്പോൾ ഈ ചവിട്ടാൻ നിൽക്കുന്ന പശു കറക്കാൻ നിൽക്കുന്ന ആൾ അടുത്തിരിക്കുമ്പോഴാണ് ഞങ്ങൾ പേടിച്ചാണ് ഇരിക്കുന്നത്. കാല് പൊക്കുമ്പോഴാണ് ഒരു നല്ല പാട്ട് ഇങ്ങനെ അകലേന്ന് വരുന്നു, നല്ല ലയിച്ച് വരെയാണ് പാട്ട്. ഈ പാട്ട് ഈ കാല് താഴ്ത്താതെ ഈ മൃഗം, ഈ പശു അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ആ ആൾ കറക്കും, പെട്ടെന്ന് പാട്ട് നിൽക്കും, ഇത് ഒറ്റ ചവിട്ടി ഓടി. പാട്ട് ഞാൻ കോമഡിയായിട്ട് പള്ളിയിൽ പറയാറുണ്ട്, ആൾ പറന്നങ്ങ് പോവും. അപ്പോൾ പാട്ട് മൃഗങ്ങളെ പോലും ആ പാട്ട് പിടിച്ചിരുത്തും. അത് എനിക്ക് ഉറപ്പുണ്ട്. പാട്ടുകൾ, പട്ടികളൊക്കെ ഉണ്ടല്ലോ, അത് പാട്ടൊക്കെ നല്ല പാട്ടുകൾ, അത് ചെവിയൊക്കെ വളച്ച് കേട്ടോണ്ടിരിക്കും. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ പാട്ടിൻ്റെ ചരിത്രമൊക്കെ എനിക്കറിയാം. ഈ നമ്മളുടെ ക്രൈസ്തവ സഭാ നേതൃത്വം, ക്രൈസ്തവ ശുശ്രൂഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സംഗീതം. അത് പക്ഷേ എനിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ എത്രത്തോളം സഭാ നേതൃത്വങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് സംശയമുണ്ട്. നമ്മുടെ പലപ്പോഴും ധാരാളം നമ്മുടെ കുട്ടികൾ സംഗീതവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ആരാധനയ്ക്ക് അല്ലെങ്കിൽ ആരാധനയിൽ സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരുമുണ്ട്. എന്നാൽ ഒരു ഭാഗം അതിനെ ഇന്നും ക്രൈസ്തവ സംഗീതത്തെ അതിൻ്റെതായ തലത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സഭാ നേതൃത്വത്തോട് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസി സമൂഹത്തോട് ഈ വിഷയം സംബന്ധിച്ച് സാറിന് പറയാനുള്ളത് എന്താണ്? ഇപ്പം നമ്മുടെ ആരാധനകളെ കുറിച്ച് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ അച്ഛന്മാരുടെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ആൾക്കാർ, ഞാൻ പറഞ്ഞ അതാണ്, വേദനകൾ വളരെ ബുദ്ധിമുട്ടിൽ വീട്ടിൽ നിന്നൊക്കെ പ്രയാസപ്പെട്ടാണ് ആശ്വാസത്തിനാണ് പള്ളി വരുന്നത്. പള്ളി വരുമ്പോൾ നല്ല ഒരു പാട്ട് കേട്ട അവർക്കുള്ള മനസ്സ് അറിയാതെ അങ്ങത് ലയിച്ച് അവരുടെ അസുഖങ്ങളോ കഷ്ടപ്പാടുകൾ അപ്പോഴുണ്ടാകുന്നൊക്കെ അങ്ങ് പോവും. എന്നാൽ ആ രീതിയിലുള്ള പാട്ടുകൾ പാടണം എന്ന് ആണ് ഞാൻ അച്ഛന്മാരുടെ അടുത്തും അവിടുത്തെ കൊയറിലുള്ള ആൾക്കാരുടെ അടുത്തും പറയാറുണ്ട്. ഇവർ പൊതുവെ അങ്ങനെ പാടാറില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് ഒരു ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം യേശുവിനെ ഒന്നും അറിയാതെ ജീവിച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹം യേശു ക്രിസ്തുവിനെ അറിയാനുണ്ടായ സാഹചര്യം ഒരു പാട്ടാണ്. ഒരു കൺവെൻഷൻ കൊയറിൽ ഒരു പാട്ട് പാടുന്നത് കേട്ട് അവിടെ ചെന്നിരുന്നാണ് അദ്ദേഹം ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. അപ്പം ആ പാട്ട്
അത്രയ്ക്ക് പുള്ളിക്ക് ഹൃദ്യമായി തോന്നി എന്നാണ് എന്നോട് പറഞ്ഞത്. കാരണം പ്രതിസന്ധിയിലൂടെ കഷ്ടങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ എവിടെ ഒരു ആശ്വാസം കിട്ടുമെന്നറിയാതെ ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിലാണ് വഴിത്തലയ്ക്കൽ ഇങ്ങനെ ഒരു പാട്ട് കേട്ടത്. ആ പാട്ട് പുള്ളിയെ നന്നായി സ്വാധീനിച്ചു. അതിൻ്റെ പുറകെ പുള്ളി പോയി. അവസാനം പുള്ളി യേശുക്രിസ്തുവുമായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ക്രൈസ്തവ സംഗീതത്തിന് അങ്ങനെ വലിയൊരു കഴിവുണ്ട്. മറ്റേത് സംഗീതവും നമ്മളെ ചിലപ്പോൾ വിഷാദത്തിലേക്ക് മാറ്റും, നിരാശയിലേക്ക് മാറ്റും. പക്ഷെ ക്രൈസ്തവ സംഗീതം അങ്ങനെയല്ല. അതിൻ്റെ വരികളും അതിൻ്റെ ഈണവും ഇടചേർന്ന് ഇങ്ങനെ പോകുമ്പോൾ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കും. സാർ പറഞ്ഞാൽ ശരിയാണ്. ഞാൻ ഒരു പള്ളിയിൽ ഒരു കൺവെൻഷൻ്റെ സമയത്ത് പാടാൻ പോയി. അന്നൊരു പാട്ട് കേട്ടിട്ട് പലരും പിന്നീട് എൻ്റെ അടുത്ത് വന്നു. ആ പാട്ടിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അറിയാം. നൽകുമേ ഞാൻ എന്നെ പ്രിയനായി, സ്തുതിഗീതം പാടിടുമേ ദിനവും എന്നാണ് ആ പാട്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ ഫീലും ഇതൊക്കെ വെച്ച് ആ പാട്ട്, അപ്പോൾ ക്രിസ്ത്യൻ അവർ മറ്റുള്ള ആൾക്കാരാണ് എടുക്കുന്ന ആ പാട്ടുകളൊക്കെ അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അവർ പഠിച്ചു. അങ്ങനെ വന്നുള്ള കാര്യങ്ങളും എനിക്കറിയാം നന്നായിട്ട്. ആ നൽകുമേ ഞാൻ എന്നെ പ്രിയനായി നല്ലൊരു പാട്ട്. ക്രൈസ്തവ മേഖലയിൽ, ക്രൈസ്തവ സംഗീത മേഖലയിൽ ധാരാളം യുവജനങ്ങൾ പാട്ടുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അത് മാറുകയാണ്. മറ്റേത് ജോലി സ്വീകരിക്കുന്നത് പോലെ, ഇന്നലെ ഒരു സംഗീതവേദിയിൽ നിന്നാണ് ഞാൻ വരുന്നത്, ഏത് ജോലി സ്വീകരിക്കുന്ന പോലെ തന്നെ മറ്റു ജോലികളൊന്നും ചെയ്യാതെ, ഒരുപക്ഷെ എനിക്ക് പറയാൻ കഴിയും സാറിൻ്റെ തന്നെ പാത തുടർന്നുകൊണ്ട് ധാരാളം യുവജനങ്ങൾ അത് സംഗീത ശുശ്രൂഷയായി കണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്നവരുണ്ട്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കാണുന്നവരുണ്ട്. അതിലൂടെ ആശ്വാസം കണ്ടെത്തുന്നു, പാടി ആശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ, ധാരാളം പേർ സംഗീതത്തിൻ്റെ വഴിയിലൂടെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സംഗീതത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഒരു സീനിയർ മ്യൂസിഷ്യൻ എന്നുള്ള നിലയിൽ ധാരാളം പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള, സംഗീതവുമായി ബന്ധമുള്ള, സംഗീതത്തിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവർക്ക് സാറിന് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഇപ്പോഴത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ക്രിസ്ത്യൻ പാട്ടുകൾ പാടുമ്പോൾ അത് നമ്മുടെ മാത്രം മനസ്സിൽ നിൽക്കത്തക്ക രീതിയിലല്ല പാടേണ്ടത്. മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ അതിൻ്റെ ലിറിക്സ് വേണം, അതിൻ്റെ സംഗീതം വേണം. അങ്ങനെ വരുമ്പോൾ ആ പാട്ടുകൾ മറ്റുള്ളവർക്ക് മനസ്സിൽ വളരെ ആശ്വാസം, നമ്മൾ പാടുന്ന ആളുകൾക്കും അത് വളരെ ആശ്വാസം കിട്ടും. ആ രീതിയിൽ പാടുവാൻ ഉള്ള ശ്രമം വേണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇപ്പോൾ നമ്മൾ യുവജനങ്ങളൊക്കെ വളരെയധികം ഇപ്പം ഈ ലഹരിയിലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അതിൽ പോകാതിരിക്കാൻ വേണ്ടി നല്ല പാട്ടുകളൊക്കെ എഴുതുകയും സംഗീതം ചെയ്യുകയും പാടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ കഴിയും. ഞാൻ പ്രായം ചോദിക്കുന്നില്ല, അത് ശരിയുമല്ല. എങ്കിലും 14 വയസ്സ് മുതൽ ഇന്നയോളം സംഗീതത്തിൻ്റെ വഴിയിലാണ്. ഒരുപാട് പാട്ടുകൾ, ഒത്തിരി സംഗീതം, അത് സമൂഹത്തിൽ എത്തേണ്ട ഇടങ്ങളിലൊന്നും കൃത്യമായിട്ട് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. എന്താണ് ജീവിതത്തിൽ പാട്ടുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ഉള്ളിലുള്ള ആഗ്രഹവും ആവശ്യവും? ഞാൻ വളരെയധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകൾ മറ്റുള്ളവരുടെ ഇടയിൽ എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ എത്തിയിട്ടുണ്ടെന്ന് അറിയാം, എന്നാലും ഇത് പോരാ. അപ്പോൾ എൻ്റെ പാട്ടുകൾ താല്പര്യമുള്ളവർക്ക് പഠിക്കുവാനും ഞാൻ തന്നെ അത് പഠിപ്പിച്ചു തരാൻ എനിക്ക് പറ്റും. അങ്ങനെ ആകുമ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് ഒരു നല്ലൊരു സുവിശേഷ പ്രചരണമായിട്ട് അത് മാറും. ആ രീതിയിൽ ചെയ്താൽ നന്നായിരിക്കുന്നതാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു. ഏകദേശം ഒരു മണിക്കൂറോളം സമയം ഹാർവസ്റ്റ് TV പ്രേക്ഷകർക്ക് വേണ്ടി നല്ല ചില അനുഭവങ്ങൾ, അതുപോലെ നല്ല ചില ഗാനങ്ങളും പഴയ കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ക്രിസ്തീയ സംഗീതത്തിൻ്റെ ആ ആത്മാവിനെ തൊട്ടുണർത്തുന്ന മനോഹരമായ ചില ഗാനങ്ങളൊക്കെ ആലപിക്കാനും അനുഭവങ്ങൾ പങ്കിടുവാനുമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായി. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള കലാകാരന്മാരെ കണ്ടെത്തുകയും അവരെ സമൂഹത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഏതാണ്ട് ദീർഘവർഷങ്ങൾ ക്രൈസ്തവ സംഗീതവുമായി യാത്ര ചെയ്യുന്ന അങ്ങയെ പരിചയപ്പെടുത്താനും സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് അങ്ങയുടെ ഗാനങ്ങളെ എത്തിക്കുവാനും ഒക്കെ അവസരമുണ്ടായതിൽ ഏറെ സന്തോഷിക്കുകയാണ്. ഈ അഭിമുഖത്തിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. ഒരു അനുഗ്രഹീതനായ കലാകാരനെ, പ്രത്യേകിച്ച് സംഗീത ശുശ്രൂഷയായി കണ്ടുകൊണ്ട് ചെയ്തു വരുന്ന ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കലാകാരനെയാണ്
ഇന്ന് ഈ മുഖാമുഖത്തിലൂടെ പരിചയപ്പെടുത്തിയത്. ഇതിനു മുമ്പ് തന്നെ ഇവിടെ പല കൊയറുകൾക്കും നേതൃത്വം കൊടുക്കുകയും ഒരുപാട് പാടുകയൊക്കെ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് കുറേ പരിമിതികളുണ്ടായിരുന്നു. എങ്കിലും നന്നായി അദ്ദേഹം ആ ഗാനങ്ങളൊക്കെ, ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളൊക്കെ ചുരുക്കമായി ഇവിടെ ആലപിക്കുന്നതിന് ഇടയായി തീർന്നു. ദൈവിക വരദാനമാണ് സംഗീതം എന്നുള്ളത്. ഇതെല്ലാവർക്കും കിട്ടുന്നില്ല, ആഗ്രഹിച്ചിട്ടും അത് പലർക്കും ലഭ്യമാകുന്നില്ല. പക്ഷെ അത് കിട്ടിയവർ സമ്പന്നരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ സാമ്പത്തികമായി ഉയർന്നില്ലെങ്കിലും, സാമ്പത്തികമായ അഭിവൃദ്ധി ഒന്നും പ്രാപിച്ചില്ലെങ്കിലും, ദൈവം നൽകിയ താലന്തുകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് വലിയ സന്തോഷം നിറഞ്ഞ ഭാഗ്യകരമായ ഒരവസ്ഥയിലാണ്. ആ അവസ്ഥയിലൂടെ അല്ലെങ്കിൽ ആ നന്മയിലൂടെ കടന്നു പോകുന്ന ഇളവട്ടം ജസ്റ്റിസ് സാറിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ, നിങ്ങൾ കുറേ ഗാനങ്ങളെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ. ആ ഗാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിരവധിയായ ഗാനങ്ങളുണ്ട്. അതൊക്കെ പാടുവാനായിട്ടുള്ള അവസരങ്ങൾ ഇനിയും അദ്ദേഹത്തിന് സഭകളായി നൽകേണ്ടതായിട്ടുണ്ട്. സംഗീതത്തെ സ്നേഹിക്കുന്നവർ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. മനോഹരമായ നല്ല അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ധാരാളം ഗാനങ്ങളുണ്ട്. ആ ഗാനങ്ങളെല്ലാം അദ്ദേഹത്തോടൊപ്പം ഈ മണ്ണിൽ നിന്നും മറഞ്ഞു പോകാതെ അത് പാടി ദൈവനാമത്തിന്, ദൈവരാജ്യത്തിന് മഹത്വമായി തീരേണ്ടതിന് ഈ അനുഗ്രഹീതനായ കലാകാരനെയും ക്രൈസ്തവ സംഗീത ലോകം ഓർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മുഖാമുഖം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു അതിഥിയുമായി മടങ്ങി വരാം. നന്ദി, നമസ്കാരം.